പിന്നില്ലേ, റേഡിയോസ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു കുട്ടിക്കാലം മുതൽ. തീർച്ചയായിട്ടും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. കാരണം ടി വി എല്ലാം വരുന്നതിന് മുമ്പ് പോലും റേഡിയോ നമ്മളെ ഒത്തിരി സ്വാധീനിച്ചിരുന്നു, നല്ല നല്ല പ്രോഗ്രാമുകളൊക്കെ ആയിട്ട്. പക്ഷേ അതിന് ശേഷവും പുതിയ കാലഘട്ടത്തിലെ റേഡിയോസുകൾ, അതായത് ആകാശവാണി റേഡിയോന് ശേഷമുള്ള പ്രൈവറ്റ് ചാനലുകളുടെ കടന്നുകയറ്റത്തിന് ശേഷവും നമ്മളെ ഒത്തിരി പ്രോഗ്രാംസ് വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും റേഡിയോ പലരുടെയും നിത്യജീവിതത്തിലെ ഭയങ്കര ഒരു ഭാഗമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് അതുപോലെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നിങ്ങൾക്ക് കുട്ടിക്കാലം പോലെ വേണമെന്നില്ല, ഇപ്പോഴാണെങ്കിലും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ആർജെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എനിക്കതുപോലെ പ്രിയപ്പെട്ട ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് രാത്രിയാണ്. ഒത്തിരി രാത്രി നമ്മൾ എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ട് കിടക്കുമ്പോൾ കേട്ടിരുന്നത് റേഡിയോ മാംഗോയിലെ മുദ്ദുഗവ് എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. അതിൽ ഇറ്റ്സ് മീ സജീവ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസും അദ്ദേഹം ആ പറയുന്ന ഒരു സ്വരമാധുര്യം എല്ലാം ഭയങ്കരമായിട്ട് ആ രാത്രി നമ്മളെ വളരെ ശാന്തമായിട്ടിരിക്കുമ്പോൾ അതെല്ലാം ഭയങ്കര സ്വീറ്റായിട്ടുള്ള ആ വോയിസ് കൊണ്ട് വരുമ്പോഴല്ലോ അതിനൊരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ആ പാട്ടുകൾ കേൾക്കാനും ആ ഒരു പ്രോഗ്രാമിനും അത് എന്നെ ഭയങ്കര സന്തോഷപ്പെടുന്നു. പക്ഷേ ഇപ്പോൾ ആ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ കാണാറില്ല, അദ്ദേഹത്തെ മിസ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും അതുപോലെ ഒരു റേഡിയോ പ്രോഗ്രാം കാണും, ഒരു റേഡിയോ ജോക്കി കാണും. അതാരൊക്കെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ അവരെ മെൻഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിലും നന്നായിരിക്കും.